മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഒരുമിച്ച് പ്രത്യേക വേദിയിലായിരിക്കുന്ന ഈ പട്ടാമ്പി സെന്ററിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയ ചാക്കോ പാസ്റ്റർ, അടിയന് മുൻപായി വചനം ശുശ്രൂഷിച്ച പ്രിയ വർഗീസ് പാസ്റ്റർ, മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ ബെന്നി പാസ്റ്റർ, എല്ലാവർക്കും അതുപോലെ സദസ്സിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദാസിമാർക്കും പ്രത്യേക നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ ദൂരത്ത് നിന്ന് കടന്നു വന്ന കർത്താവിൽ പ്രസിദ്ധയായ പ്രിയ സിസ്റ്റർ പേഴ്സസിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഒരുമിച്ച് ദൈവസ്നേഹിയിലായിരിക്കാൻ ഇപ്രകാരം ഒരു ശ്രേഷ്ഠമായ പദവി കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്ന വലിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. നിങ്ങളുടെ മധ്യത്തിൽ ഒന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. കർത്താവ് എന്നെ വിശ്വസ്ത എന്ന് എണ്ണി തൻ്റെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തു. പൗലോസ് പറഞ്ഞു, ഞാനാകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള ദൈവത്തിന്റെ കൃപ അത് വ്യർത്ഥമായതുമില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം എനിക്കും നിങ്ങളോട് പറയുവാനുള്ളത് ഒന്ന് മാത്രമാണ്. ഒരു യോഗ്യതയുമില്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് കർത്താവ് തന്റെ കൃപയാൽ അടിയനെ വിശ്വസ്ത എന്ന് എണ്ണി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യത്തിൽ കർത്താവിന്റെ ഒരു ദാസിയായി നിൽപ്പാൻ തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ താഴ്മയോടെ സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ മുന്നിൽ സമയം വളരെ കുറവാണല്ലോ. പകൽക്കാലം ദൈവാത്മാവ് അടിയന് തന്ന ഒരു വചനം മാത്രം വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ അടിയൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ കർത്താവിന്റെ ദാസൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ചില മാസങ്ങൾക്ക് മുൻപ് എനിക്ക് തന്ന ഒരു വചനം തന്നെ ഇന്ന് പകൽക്കാലം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് അടിയനെ ഉദ്യമിപ്പിക്കുകയുണ്ടായി. വചനം വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കെങ്കിലും വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം അതിന്റെ 8 മുതൽ 11 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. ഇവിടെ നാം വായിക്കുന്നു, ഗർഭത്തിൽ നിന്നെന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവൻ ആർ. അതിന്റെ 11-ാം വാക്യം നമുക്ക് വായിക്കാം. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർഭം നിലയ്ക്കുമെന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. നമുക്ക് വളരെ എല്ലാവരും ദൈവമക്കളായ നാം എല്ലാവരും എപ്പോഴും വായിക്കുന്നതും ആശ്വസിക്കുന്നതും ഫലപ്പെടുന്നതുമായ ഒരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. അതിന്റെ 1-ാം അധ്യായത്തിൽ നമുക്ക് ഇയ്യോബിനെ പറ്റി വായിക്കുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇയ്യോബ് നിഷ്കലങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനും ആയിരുന്നു എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഇപ്രകാരം വളരെ ഭയഭക്തിയോടെ ജീവിച്ച് തന്റെ തലമുറകൾ എന്തെങ്കിലും പാപം ചെയ്തു പോകുമോ എന്ന് ഭയപ്പെട്ട് ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഇയ്യോബിന്റെ ജീവിതത്തിൽ പല വിധത്തിൽ നമുക്കറിയാം വലിയ തകർച്ചകൾ വന്നുപോയി. തന്റെ വ്യക്തിപരമായ ജീവിതം, കുടുംബ ജീവിതം, തലമുറകൾ, ഇതൊക്കെയും ഞാൻ വിവരിക്കുന്നില്ല. നമുക്കറിയാം വളരെ തകർച്ചയിലൂടെ കടന്നുപോയപ്പോഴും ഇയ്യോബ് പറയുക, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ നമുക്ക് ഇയ്യോബ് ഒത്തിരി കാര്യങ്ങളെല്ലാം സങ്കടത്തിൽ പറയുന്നുണ്ട്. ദൈവം ഇയ്യോബുമായി സംസാരിക്കുന്നുണ്ട്. എന്നാൽ 38-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം പറഞ്ഞത്. ഇവിടെ വായിക്കുന്നു, ഗർഭത്തിൽ നിന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിന് കതകുകളാൽ അടച്ചവനാർ, ഞാൻ അതിനൊരു അതിർ നിയമിച്ചു, കതകും ഓടാമ്പലും വെച്ചു, ഇത്രത്തോളം നിനക്ക് വരാം, ഇത് നീ കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർഭം നിലയ്ക്കുമെന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഉപവസിക്കുന്നവരായിരിക്കാം. ഹല്ലേലൂയ. ഇടതടവില്ലാതെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടി, കുടുംബ ജീവിതത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടിയൊക്കെയും നമ്മളാലാവുന്നത് പോലെ ഉപവസിക്കുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ഹല്ലേലൂയ. എന്നിട്ടും നാം ദൈവത്തോട് പലപ്പോഴും ചോദിക്കാറില്ലേ, എന്തുകൊണ്ട് കർത്താവേ എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ലഭിക്കും?
ലഭിക്കാത്തത്? എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നും ദുഃഖങ്ങളാ. എന്റെ കുടുംബ ജീവിതത്തിൽ ഞാൻ അറിയാതെ തന്നെ പല വിധത്തിലുള്ള ശോധനകൾ, വേദനകൾ കടന്നു വരുന്നു. തലമുറയോടുള്ള ബന്ധത്തിലാണെങ്കിലും പലപ്പോഴും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. എന്തുകൊണ്ട് എന്ന ചോദ്യവുമായി ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ആരെങ്കിലും കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നോക്കി സധൈര്യം വിളിച്ചു പറയൂ, ഇത്രത്തോളം നിനക്ക് വരാം, ഇത് നീ കടക്കരുത്. ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം നിരക്കും. ഹല്ലേലൂയ. ഇവിടെ നാം വായിക്കുന്നു, 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ അതിന് അതിർ നിയമിച്ചു, കതകും ഓടാമ്പലും വെച്ചു. ഹല്ലേലൂയ. എന്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളുടെ മധ്യത്തിലും ശത്രു പറയും, നീ തകർന്നു പോയി, ഇനി നിനക്ക് ഒരിക്കലും മുൻപോട്ട് പോകുവാൻ സാധിക്കത്തില്ലെന്ന്. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നോക്കി ശത്രു മാറി കെട്ടുമ്പോൾ ഹല്ലേലൂയ നാം വിളിച്ചു പറയണം, ഇല്ല, ഹല്ലേലൂയ, എന്റെ ദൈവം എന്റെ ജീവിത പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അതിരിട്ട് എന്നെ കാക്കുന്ന ദൈവമാണെന്ന് വിളിച്ചു പറയുവാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ശത്രുവിന്റെ മധ്യത്തിൽ മേശയൊരുക്കി നമ്മെ ജയത്തോടെ നടത്തുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ധൈര്യത്തോടെ പറയാം. ഹല്ലേലൂയ. ഒരുപക്ഷെ പലരും നമ്മെ നോക്കി വിധി എഴുതും, എനിക്ക് നിന്നെ അറിയാം, നീ ആരാ, നിനക്ക് ഇതൊന്നും പ്രസംഗിക്കാനുള്ള യോഗ്യതയില്ലെന്ന് നമ്മെ നോക്കി വിലയിരുത്തുമ്പോൾ ഹല്ലേലൂയ നമുക്ക് പറയാം, ഹല്ലേലൂയ, ശത്രുവേ, നീയല്ല എന്റെ യോഗ്യത നിശ്ചയിക്കുന്നത്, എന്നെ നീതീകരിക്കുന്നവൻ എന്റെ സമീപത്തുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളൊക്കെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിലെ ചില ചിന്തകളിലൂടെ നടത്തുവാനിടയായി. നമുക്ക് ആ വേദഭാഗത്തിലേക്ക് ഒന്ന് കടന്നു വരാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ അമരത്ത് തല വെച്ച് ഉറങ്ങുകയായിരുന്നു. 35-ാം വാക്യത്തിൽ വായിക്കുന്നു, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും യേശു കർത്താവിന്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും നമ്മുടെ ജീവിത പടകിൽ യേശു അപ്പച്ചൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നാം പലപ്പോഴും വിചാരിക്കും, ഞാൻ യേശു കർത്താവിന്റെ കൂടെയാ യാത്ര ചെയ്യുന്നത്, എനിക്കൊരു ബുദ്ധിമുട്ടും വരികയില്ലെന്ന് ചിന്തിക്കുന്ന സമയങ്ങളുണ്ടാവും. പ്രാഗൽഭ്യത്തോടെയൊക്കെ യാത്ര ചെയ്യും. എന്നാൽ ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ശിഷ്യന്മാരും യേശുവിന്റെ കൂടെയാണ് യാത്ര ചെയ്തതെങ്കിലും അവരുടെ പടകിന് നേരെ ഓളവും തിരമാലകളൊക്കെയും കയറി വന്നു. ശിഷ്യന്മാരും ഭയപ്പെട്ടു. എന്നാൽ അവർ എന്ത് ചെയ്തു? യേശുവിനെ ഉണർത്തി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിത പടകിന് നേരെ നാം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ യേശു കർത്താവിന്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നതെങ്കിലും ജീവിത പടകിന് നേരെ ഓളങ്ങളും തിരമാലകളും കടന്നു വരുമ്പോൾ ഹല്ലേലൂയ തളർന്നു പോകാതെ, കർത്താവേ എന്തുകൊണ്ടെന്ന് ചോദിക്കാതെ ഹല്ലേലൂയ രാവും പകലും ദൈവത്തോട് നിലവിളിക്കുകയാണെങ്കിൽ കർത്താവ് എഴുന്നേറ്റ് നമ്മുടെ ജീവിത പടകിന് നേരെ ആരടിക്കുന്ന തിരമാലകളെ ശാസിക്കുന്ന ദൈവമത്രേ. ഇവിടെ നാം വായിക്കുന്നു, അവൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 62-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കരുത്. അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാവിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കുകയും വരുത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും വേദനകളും നിരാശകളും ഒക്കെയും കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ധൈര്യത്തോടെ ദൈവത്തിന്റെ
ശാസിച്ചു. കടലിനോട് അടങ്ങുക, അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആരെങ്കിലും വലിയ പ്രശ്നത്തോടെ ജീവിതമാകുന്ന പടകിൽ, കർത്താവേ ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, എന്റെ ജീവിത പടക് തകർന്നു പോകുമോ, ഞാൻ വഴിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെടുമോ എന്ന് ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ എഴുന്നേറ്റ് കർത്താവിനോട് നിലവിളിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ അവൻ എഴുന്നേറ്റ് നമ്മുടെ ജീവിത പടകിലുള്ള കാറ്റിനെ ശാന്തമാക്കുവാൻ ശക്തനായ ദൈവമത്രേ. ഹല്ലേലൂയ. 68-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിത പടകിൽ നമുക്കൊരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകുവാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ ദൈവം ഒന്ന് എഴുന്നേറ്റാൽ ഹല്ലേലൂയ നമുക്ക് മുൻപിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഹല്ലേലൂയ തരണം ചെയ്യുവാൻ ആവശ്യമായ ആത്മീക ബലം എനിക്കും നിങ്ങൾക്കും നൽകുവാൻ കർത്താവ് മതിയായ ദൈവമത്രേ. ഹല്ലേലൂയ. ഞാനും ഇന്ന് ദൈവസന്നിധിയിൽ നിങ്ങളോടൊപ്പം ധൈര്യത്തോടെ ഈ ശുശ്രൂഷയിലായിരിക്കുന്നത് ഹല്ലേലൂയ പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും ഞാൻ നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, പിന്നെ എങ്ങനെയാ, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. ഹല്ലേലൂയ. എനിക്ക് പറയുവാൻ കഴിയും, ജീവിത പടകിന് നേരെ ഓളങ്ങളും തിരമാലകളും പ്രശ്നങ്ങളൊക്കെയും നേരിട്ടപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹിമ കണ്ട് അവന്റെ സാക്ഷിയായി തീരുവാൻ കർത്താവ് അടിയങ്ങളെയും കുടുംബമായി നിർത്തിയതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പിന്നെയും അതേ സുവിശേഷം തന്നെ അതിന്റെ 9-ാം അധ്യായത്തിൽ നമുക്കൊരു സംഭവം കൂടെ വായിക്കുവാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. ഇവിടെ നാം വായിക്കുന്നു, അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു, പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. ഹല്ലേലൂയ. നമുക്കെല്ലാം ഈ വചനഭാഗം വളരെ സുപരിചിതമായതുകൊണ്ടാണ് ഞാൻ അത് ഫുള്ള് വായിക്കാത്തത്. സമയം നമ്മുടെ മുന്നിൽ വളരെ കുറവാണല്ലോ. നമുക്കറിയാം, 18 ഒരു അപ്പനും ഒരു മകനും. അപ്പൻ വളരെയധികം പ്രതീക്ഷയോടെ ഈ മകന്റെ ഒരു സുഖത്തിന് വേണ്ടി ശിഷ്യന്മാരുടെ അടുക്കൽ കടന്നു വന്നിരിക്കുക. അവർക്ക് അവനെ സൗഖ്യമാക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ അപ്പൻ പറയുകയാണ്, അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു, പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം, ഈ ബാലകന്റെ വ്യക്തിത്വം ഹല്ലേലൂയ ആകെ മാറിപ്പോകുന്ന ഒരവസ്ഥ, ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ ഈ മകൻ കടന്നു പോവുകയാണ്. അപ്പോൾ യേശു പറയുകയാണ്, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര ഭാരമേറിയ പ്രയാസങ്ങളായാലും ഹല്ലേലൂയ ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രയാസങ്ങളാകട്ടെ, വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്ന മണ്ഡലങ്ങളാകട്ടെ, ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന എന്റെ സഹോദരി സഹോദരന്മാരോട്, തലമുറയോടുള്ള ബന്ധത്തില് ഹല്ലേലൂയ കർത്താവേ ഇനി ഒരു പ്രതീക്ഷയുമില്ലല്ലോ, ഞാൻ ഇവനെ കൊണ്ട് എന്ത് ചെയ്യും, അല്ല ഇവന്റെ ഭാവി എന്തായി തീരും, ഇവളുടെ ഭാവി എന്തായി തീരുമെന്ന് ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ഹല്ലേലൂയ. അവർ അവനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നു. 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇതവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവന്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ, ചെറുപ്പം മുതൽ തന്നെ അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ശുശ്രൂഷയിൽ, തലമുറകളോടുള്ള ബന്ധത്തിൽ എത്ര കാലമായി നിങ്ങൾ ഈ പരാധീനതകൾ അനുഭവിക്കുന്നു
അനുഭവിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ് ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ദൈവാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ, എത്ര ഭാരമേറിയ പ്രശ്നങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിലും ഇന്ന് പകൽക്കാലം അത് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അതിന് വിടുതൽ തരുവാൻ ദൈവം ശക്തനായ ദൈവമത്രേ. ഹല്ലേലൂയ. ഇവിടെ നാം വായിക്കുന്നു, പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഇത് അക്ഷരാർത്ഥത്തിലുള്ള തീയും വെള്ളവുമാണ്. ആ ഭാരന്റെ വിഷയങ്ങളെങ്കിലും നാമും പലപ്പോഴും നമ്മുടെ ജീവിതത്തില് തീയിലും വെള്ളത്തിലും കൂടി കടന്നുപോയ അവസ്ഥകള്, ഹല്ലേലൂയ, വളരെ കഷ്ടമേറിയ അവസ്ഥകൾ, മനുഷ്യർ നമ്മുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കിയ അനുഭവങ്ങളിലൂടെയൊക്കെയും കടന്നുപോയപ്പോഴും ഹല്ലേലൂയ നമ്മെ വിടുവിച്ച ഒരു ശക്തമായ കാര്യങ്ങൾ ഉള്ളതിനാലാണ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിലായിരിക്കുന്നതെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ നാം 129 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അവർ ബാല്യം മുതൽ എന്നെ ഉപദ്രവിച്ചു, എന്നാൽ അവർ എന്നെ ജയിച്ചില്ല. ഹല്ലേലൂയ. ദൈവ മക്കളാകുന്ന നമ്മെ ഓരോരുത്തരെയും പിന്തുടരുവാൻ ശത്രു എപ്പോഴും നമ്മുടെ പിന്നിൽ ഉണ്ടെന്നുള്ള ആ ഒരു രഹസ്യം നാം ഒരിക്കലും മറന്നു പോകരുത്. പുറപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാം, നമുക്ക് വായിക്കുവാൻ കഴിയും, ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞ് വാതി കിട്ടുന്ന ശത്രുവിന്റെ മുൻപിൽ ഹല്ലേലൂയ നമുക്ക് ജയം വരിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഈ അപ്പൻ തന്റെ മകനുമായി ദൈവസന്നിധിയിൽ കടന്നു വന്നതുപോലെ, യേശുവിന്റെ അടുക്കൽ കടന്നു വന്നതുപോലെ ഹല്ലേലൂയ പരമാർത്ഥ ഹൃദയത്തോടെ ഹല്ലേലൂയ യേശു കർത്താവിന് സകലവും കഴിയുമെന്ന ആ ഉറച്ച വിശ്വാസത്തോടെ ഹല്ലേലൂയ നമ്മുടെ എത്ര ഭാരമേറിയ വിഷയങ്ങളാകട്ടെ, ജീർണിച്ച വിഷയങ്ങളാകട്ടെ, ഹല്ലേലൂയ കടന്നു വരുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവം നമ്മെ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവസാനമായി നാം 28 വാക്യത്തിൽ വായിക്കുന്നു, അവൻ മരിച്ചവനെ പോലെ ആയി അവനെ കൈക്ക് പിടിച്ച് നിവർത്തി. നിങ്ങളുടെ അവസ്ഥകളെ കണ്ടിട്ട് ലോകം വിധി എഴുതും, ഇനി ഇവന് രക്ഷയില്ല, എല്ലാം കഴിഞ്ഞു, ടൈം ഈസ് ഓവർ എന്ന് പറയുമ്പോൾ 3-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയവും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവരുമാകുന്നു. അതിന് മുന്നിലുള്ള വാക്യത്തിൽ ദാവീദ് പറയുകയാ, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. എന്റെയും നിങ്ങളുടെയും അവസ്ഥ കണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ലോകം മുഴുവൻ വിധി എഴുതും, തലമുറകളെ നോക്കി വിധി എഴുതും, ഇനി ദൈവത്തിൽ രക്ഷയില്ലെന്ന് പറയുമ്പോഴും പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയവും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും. അവൻ നമുക്ക് ശക്തിയില്ലാതാകുമ്പോൾ, നമുക്ക് ഫലമില്ലാതാവുമ്പോൾ, നമുക്ക് നിവർന്ന് നിൽപ്പാൻ കഴിയാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും കൈക്ക് പിടിച്ച് നിവർത്തുവാൻ ഹല്ലേലൂയ നാം ക്ഷീണിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മെ ഉയർത്തി മാനിക്കുവാൻ ദൈവ ശക്തനായ ദൈവമാകട്ടെ. ദൈവമത്രേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം.